തിരുവനന്തപുരം നേമത്ത് വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ നയാസിന് പുറമെ കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കും. മരിച്ച ഷമീറയ്ക്ക് അക്യുപഞ്ചർ ചികിത്സ നൽകിയ തിരുവനന്തപുരം സ്വദേശി ഷിഹാബുദ്ദീനെ കൂടി പ്രതി ചേർക്കാനാണ് പോലീസ് ആലോചിക്കുന്നത്. വിവരങ്ങളുമായി ഗോകുൽനാഥ് ചേരുന്നു. ഗുഡ് മോർണിംഗ് ഗോകുൽ. ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായത്. അതിൽ മറ്റൊരാളിനെ കൂടി പ്രതി ചേർക്കാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നല്ലോ. എന്താണ് വിശദാംശങ്ങൾ? മോത്തി ഈ പറയുന്നത് പോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു മരണം ഉണ്ടായിട്ടുള്ളത്. പൂർണ്ണ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ചതിനെ തുടർന്നാണ് അമിത രക്തസ്രാവം അടക്കം ഉണ്ടായിട്ടാണ് ഈ സ്ത്രീ മരണപ്പെടുന്നത്. 35 വയസ്സുള്ള സ്ത്രീയാണ്. ഇവർക്ക് മുൻപ് 3 കുട്ടികളുണ്ട്. അതെല്ലാം തന്നെ സിസേറിയനിലൂടെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ അവസാന പ്രസവം, അതായത് ഈ നയാസിനൊപ്പമുള്ള ജീവിതം തുടങ്ങിയിട്ട് രണ്ടാമത്തെ കുട്ടിയാണിത്. ഈ രണ്ടാമത്തെ കുട്ടിയുടെ പ്രസവം അത് എടുക്കുന്നത് വീട്ടിൽ തന്നെ വേണം എന്ന് നയാസിന് വലിയ വാശിയുണ്ടായിരുന്നു. ആ വാശിപ്പുറത്താണ് നയാസ് ഇരുന്നത്. എതിർത്തിട്ടുള്ള ഈ ആരോഗ്യ പ്രവർത്തകർ അടക്കമുള്ളവരോട് അശ്ലീലം പറഞ്ഞ് അവരെ വീട്ടിൽ നിന്ന് അകറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഇതിൽ തുടർന്നാണ് കഴിഞ്ഞ ദിവസം അമിത രക്തസ്രാവം ഉണ്ടായി കുട്ടി പകുതി പുറത്തേക്ക് വരുന്ന അവസ്ഥ ഉണ്ടായിട്ട് പോലും ഈ പറയുന്ന രീതിയിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ആരോഗ്യ പ്രവർത്തകരടക്കമുള്ളവർ, അതായത് പോലീസുകാരടക്കമുള്ളവരെ എതിർത്തുകൊണ്ട് വീട്ടിൽ തന്നെ പ്രസവം നടത്തും എന്നുള്ള തരത്തിലേക്കായിരുന്നു മുൻപോട്ട് പോയിരുന്നത്. ഇതിനായിട്ട് ചുക്കാൻ പിടിച്ചിട്ടുണ്ടായിരുന്നത് മകൾ തന്നെയാണ്. അതായത് ആദ്യ ഭാര്യയിലെ മകൾ, ആള് മൈനറാണ്, പ്രായപൂർത്തിയായിട്ടില്ല. ആ മകളാണ് ചികിത്സ ഏറ്റെടുത്തിരുന്നത്. ആൾ അക്യുപങ്ചർ ചികിത്സ ആണ് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയും ആദ്യ ഭാര്യയും കൂടെ ചേർന്നിട്ടാണ് ഈ പ്രസവം എടുക്കാനായിട്ട് ശ്രമം നടത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു ഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന അക്യുപങ്ചർ വിദഗ്ധൻ, അദ്ദേഹത്തെ കൂടെയാണ് നിലവിൽ പോലീസ് പ്രതി ചേർത്തിട്ടുള്ളത്. ഇത്രയും വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇന്നലെ തന്നെ ഈ പറയുന്ന മരണപ്പെട്ട സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി ആളുടെ സ്വദേശമായ പാലക്കാടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിൽ സംസ്ഥാനത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന അക്യുപങ്ചർ സ്ഥാപനങ്ങൾ അടക്കമുള്ളവ റെയ്ഡ് ചെയ്യും എന്ന് മന്ത്രി ശിവൻകുട്ടി അടക്കമുള്ളവർ അറിയിക്കുന്നുണ്ട്. ഇന്നലെ ഈ പറയുന്ന നയാസിനെതിരെ ചാർത്തിയിട്ടുള്ള വകുപ്പുകളെന്ന് പറയുന്നത് 302, 313, 14 വകുപ്പുകൾ അടക്കമുള്ളവ, അതായത് സ്ത്രീയുടെ സമ്മതമില്ലാതെ ഗർഭമലസിപ്പിക്കൽ മൂലം ഉണ്ടാകുന്ന മരണം, ഒപ്പം തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഇനിയിപ്പം ഈ പറയുന്ന വ്യാജ സിദ്ധനായിട്ടുള്ള അല്ലെങ്കിൽ അക്യുപങ്ചർ ചികിത്സകനായിട്ടുള്ള ഷിഹാബുദ്ദീനെ കൂടെ കേസിൽ പ്രതി ചേർക്കും. ഒപ്പം ആദ്യ ഭാര്യയും കുട്ടിയും കൂടെ പ്രതി ചേർക്കാനാണ് പോലീസ് നടപടിയിൽ ഉണ്ടായിട്ടുള്ളത്. ശരി ഗോകുൽ.